ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചല്ല, കോമ്പറ്റീഷൻ ആയിരിക്കും. 30 സെക്കൻഡ്. ഓക്കെ, 30 സെക്കൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ടോട്ടൽ കിക്ക്. നിങ്ങളുടെ പാർട്ട്നേഴ്സ് കിക്ക് ചെയ്യും, ഓപ്പോസിറ്റ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും? ബോൾ ക്യാച്ച് ചെയ്യും, ദെൻ ബോൾ വെക്കുക, കിക്ക് ചെയ്യുക. ഓക്കെ, 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ മാക്സിമം പാസസ് ക്രിയേറ്റ് ചെയ്യുക. നല്ല സ്ട്രൈക്ക് ചെയ്യുക, നല്ല ബോൾ ക്യാച്ച് ചെയ്ത് പാസ് ചെയ്യുക. ഓക്കെ, റെഡി റെഡി, യുവർ ടൈം സ്റ്റാർട്ട് നൗ. ടു ഫാസ്റ്റ്. നല്ല കിക്ക് പോട്ടെ. ഓൺലി ലൈഫ് പാർട്ടിൽ തന്നെ അടിക്കുക. നല്ല കിക്ക് അടിച്ചോ, ലൈഫ് പാർട്ടിൽ തന്നെ. മൂവ് ചെയ്യണ്ട, നിങ്ങളാരും മൂവ് ചെയ്യണ്ട. എന്തിനാ മൂവ് ചെയ്യണേ? ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണ്ട. നല്ല കിക്ക് അടിച്ചോ. ഗുഡ് ട്രൈ. ലൈഫ് പാർട്ടിൽ അടിക്കുക, ലൈഫ് പാർട്ട്. ഗുഡ് ട്രൈ. ബോൾ കുറച്ചുകൂടി പവറിൽ അടിച്ചോ, പൊങ്ങിപ്പോട്ടെ. കുട്ടികൾ മടി കാണിക്കാറില്ല പരിശീലനത്തിന്? അവര് വില്ലിംഗ് ആണ്, ഇൻട്രസ്റ്റ് ആണല്ലേ? നല്ല ടാലന്റഡ് ആണ് എല്ലാവരും. അങ്ങനെ പ്രത്യേകിച്ച് മടിയൊന്നും കാണിക്കാറൊന്നുമില്ല. എത്ര വർഷമായിപ്പോ ഈ പ്രാക്ടീസിലേക്ക് വന്നിട്ട്? 2 year ആയി ഇവിടെ. ഇപ്പൊ നമ്മുടെ തുടങ്ങിയിട്ട് 1 വർഷവും 4 മാസമായി. ഇതിന് മുന്നേ നമ്മുടെ സ്പാർട്ട എന്ന് പറഞ്ഞ നമ്മുടെ TVS ജംഗ്ഷന്റെ അവിടെ. ഇതിപ്പോ ബ്ലാസ്റ്റേഴ്സിൽ കയറിയിട്ട് എത്ര ആളെ? ഇവിടെ കയറിയിട്ട് ഇപ്പൊ 2 വർഷം ആകുമ്പോഴാണല്ലേ? ഞാൻ സ്കൂളിൽ കോച്ചായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഏത് സ്കൂളിലായിരുന്നു? ടൗൺഷിപ്പ് ഫാക്ടറി, ഏലൂർ ഫാക്ടറി ഉണ്ടല്ലോ അല്ലേ? ആ കുട്ടികളൊക്കെ പറയുന്ന അനുസരിക്കുന്നുണ്ടാ? എല്ലാവരും അടിപൊളിയാണ്. എന്താന്ന് വെച്ചാൽ ഫുട്ബോൾ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ക്രേസ് ആണ്. പ്രത്യേകിച്ച് വലിയൊരു ആമ്പിള്ളേർക്ക് പ്രത്യേക ക്രേസ് ആണ്. ഇത് പെൺകുട്ടികളെയും പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്, സ്കൂളിൽ ഞാൻ PD ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയും കുട്ടികൾ ക്യാമ്പ് ഉണ്ട്. എല്ലാവരും അടിപൊളിയാണ്. അടിപൊളിയാണല്ലേ? എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കേട്ടോളൂ അല്ലേ? കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഗെയിം ആയതുകൊണ്ട് അത് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമാണല്ലോ. ഗെയിമാണ്. നമ്മൾ ഇവിടുന്ന് ടൂർണമെന്റിലൊക്കെ കുട്ടികൾ കൊണ്ടുപോകാറുണ്ട്. ടൂർണമെന്റിന് 2 ടൂർണമെന്റിൽ നമ്മൾ ഇവിടുത്തെ എല്ലാ കുട്ടികളെ കൊണ്ടുപോയായിരുന്നു. സെമിയിലൊക്കെ എത്തി ചാമ്പ്യൻസ് ആയിട്ടുണ്ട്. കപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് അതൊരു കൂടുതൽ ഇൻട്രസ്റ്റിലായി. അതെ, നമ്മള് നമ്മുടെ അക്കാഡമിയിൽ തന്നെ ഇന്റേണൽ മാച്ചസിലൊക്കെ നമ്മൾ ചാമ്പ്യൻസ് ആയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ബേബി ലീഗ് എന്ന് പറഞ്ഞ ടൂർണമെന്റിൽ നമ്മൾ 4ാം സ്ഥാനമൊക്കെ ആയിരുന്നു. Last 10 seconds. 10, 9, 8, 7, 6, 5, 4, എങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാ? എത്ര ഗോൾ അടിക്കും? അടിക്കാൻ പറ്റുന്ന അത്ര അടിക്കും. ഇതിനു മുമ്പ് ഫൈനലിൽ കളിച്ചിട്ടുണ്ടോ? മാച്ചിൽ കളിച്ചിട്ടുണ്ടോ? എവിടെ കളിച്ചാണ്? പൈപ്പില്ല. എന്നിട്ട് എന്താ പ്രൈസ് കിട്ടിയാ? ഒന്നും കിട്ടില്ല, തോറ്റുപോയാ? സെക്കൻഡ് കളിച്ചല്ലേ? ഫസ്റ്റ് കളി അല്ലേ? അപ്പൊ ഇനി മിടുക്കനായിട്ട് വന്നോ കേട്ടാ. നിലവിലിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ടീമുകളെയും പരിചയമുണ്ടോ? അവരായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് അടിക്കാറുണ്ടോ? നമുക്കിപ്പം നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവൽ അണ്ടർ 16 വരെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നമ്മുടെ കുട്ടികളാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 5 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾ നമ്മുടെ അക്കാഡമിയാണ്. അതുപോലെ നമുക്കിവിടെ 12 സെൻറ്റേഴ്സ് ഉണ്ട് എറണാകുളത്ത്. ഒരു 13ാമത്തെ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഈ സെൻറ്റേഴ്സിലെല്ലാ ബെസ്റ്റ് പ്ലെയേഴ്സിനെ എടുത്തിട്ടാണ് ഇപ്പം നമ്മുടെ അണ്ടർ 13, അണ്ടർ 11, അണ്ടർ 15 ഈ 3 ബെസ്റ്റ് പ്ലെയേഴ്സിനെ വെച്ചിട്ട് നമ്മുടെ ഇവിടെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ഈ നിലവിൽ ഇപ്പോൾ കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ കളിക്കുന്ന ആളുകളായിട്ടൊക്കെ നല്ല പരിചയമാണ്. പ്ലെയേഴ്സ് ഇപ്പം സഹൽ അബ്ദുൽ സമദ് കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയർ എൻ്റെ കൂട്ടുകാരനായിരുന്നു. നിങ്ങളുടെ സുഹൃത്തായിരുന്നു? ഒന്നിച്ച് കളിക്കുന്ന കൂട്ടുകാരനായിരുന്നു. യൂണിവേഴ്സിറ്റി നമ്മൾ ഒന്നിച്ച് ക്യാമ്പിലുണ്ടായിരുന്നതാണ്. അതുപോലെ CK വിനീത് നമ്മളെ കണ്ണൂരുകാരാണ്, ഞാനും കണ്ണൂരാണ്. അതുപോലെ മുഹമ്മദ് റാഫി, പുള്ളിയൊക്കെ നമ്മുടെ നാട്ടുകാരനാണ്.
എല്ലാവരായിട്ടും നല്ല സുഹൃത്ത് ബന്ധമാണ്. സുഹൃത്തുണ്ട്. വിളിക്കാറുണ്ട് അവരായിട്ടൊക്കെ കോളിൽ സംസാരിക്കാറുണ്ട്? കോളില് സംസാരിക്കുന്നില്ല, നമ്മള് കളിക്കുമ്പോൾ അവിടെ നാട്ടിൽ നിന്ന് കളിക്കും. ഇവര് ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. നമ്മള് നാട്ടില് അവിടെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ കളിച്ചിട്ടുണ്ട്. അതുപോലെ സഹലായിട്ട് നമ്മൾ ഒന്നിച്ച് കളിച്ചിട്ടുണ്ട്. അപ്പം സന്തോഷം അല്ലേ? അത് സന്തോഷമാണ്. നമ്മുടെ നാട്ടുകാരനായ നമുക്ക് പറയാൻ ഒരാളുണ്ട്. Count your numbers. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. Okay, അപ്പോൾ നമുക്ക് 6 സൈഡ് 2 മാച്ച് കളിക്കാം. രണ്ടുപേരും തമ്മിൽ നോക്കാം. ഓക്കെ, റെഡി? 2 ക്യാപ്റ്റൻസ്. എനിക്ക് 2 ക്യാപ്റ്റൻസാണ്. ആരെ സ്മാർട്ടായിട്ട് നോക്കട്ടെ. സ്മാർട്ടായ ആളെ ഞാൻ ക്യാപ്റ്റൻ ആക്കും. നോക്കട്ടെ. ഓർഡർ നിൽക്കുക രണ്ടുപേരും വിളിച്ചോ. Solomon. Isha. Sike. Midulu. Benjamin. ഇപ്പൊ 2 സെറ്റായി അല്ലേ? 2 ടീമായി. Right.